ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന ജെക്കെയാണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. മക്കൾസ്, നമ്മൾ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്ററിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മക്കൾസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യാതെ വളരെ വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇനി ഒരു കാരണവശാൽ നിങ്ങൾ അത് തെറ്റിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാവരും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെ ശ്രദ്ധ ഇനി പരിശുദ്ധമായ സ്ക്രീനിലേക്കും പരിശുദ്ധമായ വാക്കുകളിലേക്കും മാത്രമായിരിക്കട്ടെ. ആർക്കും ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും മനപ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യ ചാപ്റ്ററിനകത്ത് പഠിക്കാവുന്ന ആദ്യത്തെ ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ആകെ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ടൊരു ഹെഡിങ്, ഒരു പോയിന്റ് ആണ് നിങ്ങൾ കാണുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്, ചില കുട്ടികളൊക്കെ ഈ ഒരു ചിത്രം കാണുമ്പോൾ എന്ന് ക്ലാസ് തുടങ്ങിയാലും അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയാലും എന്നും ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം മാത്രമാണ് കാണുന്നത്. ശരിയാണ് മക്കൾ, ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ ചാപ്റ്റർ തുടങ്ങി തീരുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കി, ഇനി നമ്മൾ സമയം കളയുന്നുള്ള ഈ ചിത്രത്തിലേക്ക് നോക്കാം. ഈ ചിത്രത്തിൽ ടോർച്ച് എന്നുള്ള ലൈറ്റ് ഇങ്ങനെ വായുവിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് പോയിന്റുകളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലേ, ഈ വായുവിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയോടുകൂടിയാണ് ആ ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നത്, വായുവിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു ടോർച്ച് എന്നുള്ള ലൈറ്റ് വായുവിലൂടെ സഞ്ചരിച്ച് ഗ്ലാസ്സിലേക്ക് കടന്നു പോകുന്നു. വായുവിലൂടെയുള്ള ആ ലൈറ്റിന്റെ, ആ പ്രകാശത്തിന്റെ പ്രവേഗം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഗ്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ വായുവിലൂടെയുള്ള ആ പ്രകാശത്തിന്റെ സ്പീഡും അതേപോലെ തന്നെ ഒരു മാധ്യമം, നമുക്കൊരു മീഡിയം തന്നിട്ടുണ്ട്, ഗ്ലാസ് തന്നിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലൂടെയുള്ള ഈ ലൈറ്റിന്റെ സ്പീഡും തമ്മിലുള്ള അനുപാതം, റേഷ്യോ, അത് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ സംഖ്യയാണ് നമ്മൾ എന്ത് പറയുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അതായത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ബൈ ഗ്ലാസ്സിലെ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് തമ്മിലുള്ള അനുപാതത്തെ, റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അപ്പൊ എന്റെ പൊന്നു മക്കൾസ്, നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ആ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുള്ളൂ. അത് ഇതാണ്. ഏതാണ്? നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. വായുവിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡും അതേപോലത്തെ ഒരു മാധ്യമത്തിൽ, ഒരു മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ, അനുപാതം, അതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അപ്പൊ നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ചെറിയ ഡെഫിനിഷൻ കൊടുത്തു അല്ലേ? ഈ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ, ഒരു മാധ്യമത്തിലെ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗതയും അതേപോലെ തന്നെ മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗതയും തമ്മിലുള്ള അനുപാതം, റേഷ്യോ. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അതിനെ നമ്മൾ n എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, സ്മോൾ ലെറ്റർ n എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇത് തമ്മിലുള്ള റേഷ്യോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡെഫിനിഷനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മക്കൾസ്. അപ്പൊ മാക്സിമം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിനകത്ത് ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതാണിത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇത്രേ ഉള്ളൂ. നോക്കൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ n എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞാൽ അത് c ആണ്. ഇനി അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറഞ്ഞാൽ v ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് കിട്ടി, n = c/v. മലയാളം മീഡിയത്തിന്റെ ഇതിനകത്ത് മക്കളെ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കൂ. അപവർത്തനാങ്കം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗം ബൈ എന്താണ്, പ്രകാശത്തിന്റെ മാധ്യമത്തിലെ വേഗം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ n = c/v. ഇവിടെ c എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകാശത്തിന്റെ വായുവിലെ അല്ലെങ്കിൽ ശൂന്യതയിലെ വേഗം. v എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരു മാധ്യമത്തിലെ വേഗം. n എന്ന് പറഞ്ഞാൽ എന്താണ്, അപവർത്തനാങ്കം. അപ്പൊ ഇവിടെ c എന്ന് പറഞ്ഞാൽ വായുവിലൂടെയുള്ള ആ ഒരു പ്രകാശത്തിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ് ബൈ. ഇനി ഒരു മാധ്യമത്തിലെ ആ ഒരു പ്രകാശത്തിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ 2 യൂണിറ്റുകൾ വെട്ടിക്കളഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ഇതാണ് പഠിക്കേണ്ടത്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നോ യൂണിറ്റ് ഓർത്തേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപവർത്തനാങ്കത്തിന്റെ യൂണിറ്റ് എന്താന്ന് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ ആരും തെറ്റിക്കാൻ പാടില്ല. എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല മക്കളെ, യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്, ഇവിടെ ഓർത്തു വയ്ക്കുക, എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ,
വായുവിലൂടെയുള്ള ആ ഒരു ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്നാണ്. ഇനി നമുക്കിവിടെ ഗ്ലാസ്സിലുള്ള സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ കണ്ടില്ലേ, ഈ മീറ്റർ/സെക്കൻഡും വെട്ടാനുള്ളതൊക്കെ വെട്ടി നിരത്തുക, ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഈ മീറ്റർ/സെക്കൻഡും ഈ 10⁸ ഇവിടെ 10⁸ ഇതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടും. ഇവിടെ യൂണിറ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഗ്ലാസിന്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ആണ് 1.5 ആണ്. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളെ മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ മാധ്യമത്തിൻ്റെ ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റ് ഇൻഡെക്സ് കണ്ടെത്തുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഇപ്പോൾ തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കും. ഇവിടെ എന്താണ്? എയറും ഗ്ലാസും തന്നിട്ടുണ്ട്. വായുവിലുള്ള സ്പീഡും ഈ ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് റിഫ്രാക്റ്റ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞാൽ ഈസിയായി ഇക്വേഷൻ പഠിക്കുക. എന്താണ് നമ്മൾ ഇക്വേഷൻ? n = c/v. n = c/v. അപ്പോൾ n = c/v. c എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സി എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 × 10⁸. അപ്പം ഞാൻ എന്ത് ചെയ്തു? സീൻ്റെ സ്ഥാനത്ത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ബൈ. ഇനി അടുത്തെന്താണ്? വി എന്ന് പറഞ്ഞാൽ ഈ മീഡിയത്തിൽ നമുക്ക് ഏതാ മീഡിയം തന്നുള്ളത്? ഗ്ലാസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡ് എത്രയാണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെട്ടാനുള്ളതൊക്കെ വെട്ടി നിരത്തി 10⁸ വെട്ടി. ബാക്കി ഇവിടെ എന്ത് വരുന്നുണ്ട്? ബാക്കി ഇവിടെ ഏതാണ് വരുന്നത്? 3/2. 3നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 1.5. അതുകൊണ്ട് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.5. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5. ഗ്ലാസിന്റെ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ 1.5. ഇനി അടുത്ത് നോക്ക്, ചിത്രത്തിലേക്ക് നോക്ക്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇവിടെ എയറും തന്നിട്ടുണ്ട്, വാട്ടറും തന്നിട്ടുണ്ട് അല്ലേ? എയറും തന്നിട്ടുണ്ട്, വാട്ടറും. അപ്പോൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞ എന്താണ്? n = c/v. c എന്ന് പറഞ്ഞാൽ വായുവിലൂടെയുള്ള വേഗതയാണ്. എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ബൈ. v എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണോ? അല്ല മക്കൾ, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? വാട്ടറാണ്. വാട്ടറിലുള്ള വേഗത എത്രയാണ്? 2.25 × 10⁸ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ അത് എഴുതുക, 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതൊക്കെ ക്യാൻസൽ ചെയ്യുക, ഇതും ക്യാൻസൽ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 3/2.5. അപ്പോൾ 3നെ നമ്മൾ എന്ത് ചെയ്യുക? 2.25നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ താഴെ എന്ത് ചെയ്യുക? നമ്മളൊരു 100നെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യും? 100നെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതായത് ഈ പോയിന്റ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 2.25 അല്ലേ ഇൻറ്റു 100. അപ്പോൾ മുകൾ ഭാഗത്ത് എന്ത് വരും? 100. അതായത് 300/225 എന്ന് വരും. അപ്പോൾ ഹരിച്ച് കഴിഞ്ഞാൽ 1.333 അങ്ങനെ പോകും. അപ്പോൾ നമ്മളെ വാട്ടറിന്റെ ജലത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 1.333. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. പ്രോബ്ലം വന്നാൽ നേരെ ഇതിനകത്ത് സംഖ്യകളൊക്കെ കൊടുക്കുക, നേരെ 1.33 എന്ന് എഴുതിയേക്കുക. അപ്പോൾ ഗ്ലാസിന്റെ 1.5, വെള്ളത്തിന്റെ ജലത്തിന്റെ അപവർത്തനാങ്ക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.333 എന്ന് കിട്ടും. ഇനി അടുത്ത നമുക്ക് എന്താ? ഡയമണ്ട്. നമുക്ക് ഇതിനകത്ത് എപ്പോഴും നമുക്ക് തരുന്നത് ഒന്നില്ലെങ്കിൽ എയർ, അല്ലെങ്കിൽ വാട്ടർ, പിന്നെ ഗ്ലാസ്, ഡയമണ്ട്. ഈ 4 കാര്യങ്ങളെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കൾ അടുത്ത ചിത്രത്തിലേക്ക് നോക്കും. ഇവിടെ ഡയമണ്ട് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡയമണ്ടിനകത്ത് നമുക്ക് അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ സ്പീഡും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ എഴുതും n = c/v. ഞാൻ ഓരോ പ്രോബ്ലത്തിലും ഓരോ ചിത്രത്തിലും ഈ ഇക്വേഷൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കേട്ട് എന്ത് ചെയ്യുന്നു? അത് പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ n = c/v. c എന്ന് പറഞ്ഞാൽ വായുവിലൂടെയുള്ള ആ ഒരു സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ എത്ര കിട്ടി? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ബൈ. ഇനി ഡയമണ്ടിലൂടെയുള്ള ആ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുള്ളത്? 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്താ? ഈ മീറ്റർ/സെക്കൻഡും 10⁸ 10⁸ ഒക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 3/1.25. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2.4 ആണ് വരിക. അതുകൊണ്ട് ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 2.4. അപ്പോൾ ഡയമണ്ട് ആയാലും ഏത് ഒബ്ജക്റ്റ് ആയാലും ഏത് വസ്തു ആയാലും നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ n = c/v. അതിന് യൂണിറ്റ് ഇല്ല എന്ന് കൂടി ഓർത്ത് വയ്ക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതേപോലത്തെ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കും ചിലപ്പോൾ എയർ, വായുവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയെന്ന് ചോദിക്കും. അപ്പോൾ വായുവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഇക്വേഷൻ n = c/v. n = c/v.
എല്ലാത്തടത്തും ഞാൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, എയറിന്റെ കാണാൻ പറഞ്ഞ എയറിന്റെ എത്രയാണ് 3 × 10⁸ m/s ബൈ മാധ്യമത്തിലെ എന്ന് പറഞ്ഞാൽ അതും വായു തന്നെയാണ്. അപ്പൊ എത്ര 3 × 10⁸ m/s. അങ്ങനെയെങ്കിൽ ഇതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒക്കെ ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടി? 1 കിട്ടി. അപ്പോ വായുവിലൂടെയുള്ള അപവർത്തനാങ്കം എത്രയെന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് 1 ആണ്. ഇനി വാട്ടറിന്റെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 3 × 10⁸ ബൈ വാട്ടറിലൂടെ സ്പീഡ് എത്രയാണ്? 2.25 × 10⁸. നമുക്ക് നേരത്തെ എത്ര കിട്ടി? 1.33 കിട്ടി. ഇത് നമ്മൾ ചെയ്തതാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ടേബിൾ ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളൂ. ഇനി ഗ്ലാസിന്റെ പറഞ്ഞാൽ വായുവിലൂടെയുള്ള 10⁻3 × 10⁻3 × 10⁸ ബൈ എന്ത് വരും? 2 × 10⁸. നമുക്ക് എത്ര കിട്ടി? 1.5 നേരത്തെ കിട്ടിയതാണ്. ഇനി ഡയമണ്ടിന് ഇതേപോലെ തന്നെ 3 × 10⁸ ബൈ 1.25 × 10⁸. നമുക്ക് എത്ര കിട്ടി? 2.4. ഇങ്ങനെ നേരത്തെ നമ്മൾ ചെയ്തു വെച്ചതാണ്. അത് ഞാൻ ഈ ടേബിളിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള എന്ത് ചെയ്യണം? നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n = c/v. അപ്പോൾ മക്കളെ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ്. നോക്കിക്കോളൂ. നമുക്ക് തന്നിട്ടുള്ള മാധ്യമം അതാണ് മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് പ്രകാശത്തിന്റെ വേഗത, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ വായുവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 1 ആണ്. 1 ആണ്. ഇനി വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 1.3. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 1.5. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? അപവർത്തനാങ്കം എത്ര? 2.4. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ലൈറ്റിന് സ്പീഡ് ഉള്ളത് എവിടെയാണ്? വായുവിലൂടെയാണ്. അപ്പോൾ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കുറവായിരിക്കും. മക്കളെ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വാട്ടറിനായപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നുകൂടി സ്പീഡ് കുറഞ്ഞു. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്തു? ഒന്നുകൂടി സ്പീഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്തു? കൂടി. ഗ്ലാസിന് ഒന്നുകൂടി സ്പീഡ് കുറഞ്ഞു. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം എന്ത് ചെയ്തു? കൂടി. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ അപവർത്തനാങ്കം ഉള്ളത് ആർക്കാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്ന ഏതിനാണ്? നമ്മളെ ഡയമണ്ടിനാണ്. അപ്പോൾ അതിൽ ഒരു ഡയമണ്ടിലൂടെയുള്ള പ്രകാശത്തിന്റെ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഈ സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള ബന്ധം എന്താണ്? ലൈറ്റിന്റെ സ്പീഡ് കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപവർത്തനാങ്കം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പഠിച്ചു വെക്കാൻ അതൊക്കെ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. അതായത് പ്രകാശവേഗം അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? നോക്കിക്കോളൂ. അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. മക്കളെ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതാണ്. അപ്പൊ അതാണ് ഈ ടേബിളിനകത്ത് മനസ്സിലാക്കേണ്ടത്. നോക്കൂ. അപവർത്തനാങ്കം കൂടി, അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപവർത്തനാങ്കം എന്ത് ചെയ്തു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ കൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക മക്കൾ. എന്താണ്? പ്രകാശവേഗവും അതേപോലെ തന്നെ അപവർത്തനാങ്കവും സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള ബന്ധം എന്ത് ചോദിച്ചാൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഒന്ന് കൂടുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? കുറയുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് മക്കളെ ഒരു ഒറ്റ ഇക്വേഷനെ പഠിക്കുന്നുള്ളൂ. അതാണ് ഏത്? n = c/v. ഇതാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തുന്നത്. ഇതിന് യൂണിറ്റ് ഇല്ല എന്ന് ഓർത്തേക്കാം. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ ഭാഗത്തെയും പ്രോബ്ലങ്ങളാണ് നമ്മൾ ചെയ്തത്. അതിന്റെ ഇക്വേഷൻ ഗ്ലാസ്സിലൂടെയുള്ളത് അല്ലെ, വാട്ടറിലൂടെയുള്ളത്, ഡയമണ്ടിലൂടെയുള്ളത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് തന്നെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇതൊക്കെ കണ്ട് വൃത്തിയായിട്ട് ഞാൻ എന്ത് ചെയ്തു? എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾ ഇതെന്തായാലും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വായുവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം 1 ആണ്. ജലത്തിന്റെ ആകുമ്പോൾ 1.33 ആയി. ഇനി ഗ്ലാസിന്റെ ആകുമ്പോൾ 1.5 1.5 ആയി. ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ 2.4 എന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിന്റെ താഴെ എന്ത് ചെയ്യണം? നമ്മളെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാം. നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? എയർ, ഗ്ലാസ്, വാട്ടർ, ഡയമണ്ട്. അപ്പൊ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കൂടി വരുന്ന ക്രമത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത്, ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന്റെ ഇക്വേഷനും അതിന്റെ ആ ഒരു പ്രോബ്ലം ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട്, ആ
പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നിലവിൽ ഞാൻ ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊരു 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതൊന്ന് ഒരു തവണ എന്ത് ചെയ്യുക ചെയ്ത് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഒക്കെ ആ പോയിന്റുകളൊക്കെ ജസ്റ്റ് കാണാതെ പഠിക്കാൻ പറ്റിയ വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ കൊടുക്കുക, സംഖ്യ കൊടുക്കുക, ആൻസർ എഴുതിയേക്കുക, അത്രേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, ഇതിൻ്റെ ആൻസർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് അടാ.